ലൈക്ക് ഞാൻ കുറെയൊക്കെ ഈ മോഡലിങ്ങിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു മീൻസ് ഫസ്റ്റ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി മസ്റ്റ് നോ എ ലിമിറ്റേഷൻ ആണ്. സാധാരണ എല്ലാവരും നമ്മളോട് ചെറുപ്പം തൊട്ടേ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഡ്രീംസിന് ലിമിറ്റ് ഇല്ല, നമ്മൾ വിചാരിച്ച നമുക്ക് എന്തു വേണമെങ്കിൽ സാധിക്കും. അതാണ് നമ്മളോട് എല്ലാരും പറഞ്ഞ ഏറ്റവും വലിയ കള്ളത്തരം. അത് മോഡലിങ്ങിന്റെ ഒരു കേസ് പറയുമ്പോൾ അത് വൻ അബദ്ധമാണ്. കാരണം ഇപ്പൊ മോഡലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം വരുമ്പോൾ ഓരോരുത്തർക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇപ്പോ എന്റെ കേസിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഷോർട്ടാണ്, എനിക്ക് അത്ര ഹൈറ്റ് ഇല്ല, 5'4" ഉള്ളൂ. പിന്നെ ഒരു 160 to 163 അത്രയും. പിന്നെ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് നല്ല ഹൈറ്റ് അല്ലേ? മോഡലിംഗ് കരിയർ വെച്ച് നോക്കുമ്പോ ആ ഹൈറ്റ് ഭയങ്കര ഇതാണ്. മോഡലിംഗ് 175 ഒക്കെയാണ് ലേഡീസ് മിനിമം, ഐ ഗസ്. അതെ, മിനിമം ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ എന്റെ ഫേസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയാ, ഒരു റീജിയണൽ ഫേസ് ആണ്. കുറച്ചും കൂടെ എന്താ പറയുക, വലിയൊരു യുണീക് ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ഫേസ് ആണ്. ലൈക്ക് ഇപ്പൊ നമുക്കൊരു നാഷണൽ അങ്ങനെയല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾ ഫുൾ കേക്ക്. ഇത് കുറച്ച് സത്യങ്ങളാണ്. യുനോ മോഡലിംഗ് ഇൻഡസ്ട്രി നമ്മളിപ്പോ ഫൈൻ, നമ്മള് പറയുന്ന ഒരു മനുഷ്യന്മാരെ POVയിലാണ്, പറയുന്ന ഒരു മോഡലിംഗ് POVയിലാണ്. പറഞ്ഞൊരു മോഡല് ഇപ്പോ എനിക്കൊരു ഭയങ്കരമായ ഒരു ഇന്റർനാഷണൽ ലെവലൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ ചില സമയം നടക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു നാഷണൽ മോഡലിംഗ്, എനിക്കറിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവരൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും. ലൈക്ക് അവരൊരു ചിലപ്പോൾ 5.8 എബോവ് ആയിരിക്കും, അവരുടെ നല്ല ലീൻ ആയിട്ടുള്ള ബോഡി ആയിരിക്കും, അവരുടെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര യുണീക്ക് ആയിരിക്കും. നമുക്ക് കാണുമ്പോൾ തന്നെ വാവ്, അത് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു എന്നെ മെന്റർ ചെയ്ത് മാനസി, ലൈക്ക് ഒത്തിരി മലയാളീസ് ഉണ്ട് ശരിക്കും പറഞ്ഞിട്ട്, നമുക്കറിയില്ലാന്നേ ഉള്ളൂ. മാനസി എന്ന് പറഞ്ഞപ്പോൾ ഒരു ചേച്ചിയുണ്ട്, എന്നെ മെന്റർ ചെയ്ത പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി നാഷണൽ ലെവലൊക്കെ ഒത്തിരി എന്താ പറയാ, ഒത്തിരി നല്ല നല്ല ആഡ്സും കാര്യങ്ങളൊക്കെ, വെരി അമേസിങ്, ശരിക്കും ഭയങ്കര അമേസിങ് ആണ്. ഓ, മറ്റേ അണ്ണനെ ഓർമ്മയായി, അമേസിങ്. നീ ഫ്ലോ കളയല്ലേ? നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പൊ എനിക്ക് കൂടുതൽ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീജിയണൽ ആയിട്ടുള്ള മോഡലിംഗ് ഇതൊക്കെയാണ്, ജ്വല്ലറീസ്, അത് പിന്നെ ഹൈറ്റിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോലത്തെ അഡ്വർടൈസ്മെന്റ്സ്, അതൊക്കെയാണെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റും. ലൈക്ക് അതിലാണ് നമ്മൾ സ്യൂട്ട് ആവുന്നത്. ഇപ്പൊ ഏതൊരു ജോലിക്കും ഇടപ്പോ നമ്മൾ മിലിറ്ററിയിൽ ചേരുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ വേണം, ഇത്ര ഹൈറ്റ് വേണം, ഇത്ര ഇതാക്കണം. അതേപോലെ തന്നെയാണ് മോഡലിംഗിലും ഉള്ളത്. ലൈക്ക് അവർക്ക് വേണ്ടതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതിന് ഒപ്പം നിൽക്കുന്നവരെ മാത്രമേ അവര് യൂസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമ്മളിപ്പോ അയ്യോ നമുക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചാല് നമ്മൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവത്തില്ല. ഈ ഫീൽഡിൽ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹൈറ്റ് വെച്ചോ നമ്മുടെ ഫീച്ചേഴ്സ് വെച്ചിട്ട് എവിടെയാണോ നമുക്കൊരു ഹൈപ്പ് കിട്ടുന്നത് അവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ കൂടുതൽ ഷൂട്ട്സും വർക്ക്സും അങ്ങനെ എടുക്കുക. അങ്ങനെ എടുത്ത് നമ്മൾ ആ രീതിയിലൊരു മോഡലായി മാറും. അല്ലെങ്കിൽ എനിക്ക് വേറെ മോഡൽ നോക്കിയിട്ട് ആ മോഡലിനെ പോലെ ആവണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും, എനിക്ക് എന്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. അതെ, അവർക്ക് യുണീക് റോൾസ് ഉണ്ട്, യുണീക് ടൈപ്പ് ഓഫ് മോഡലിംഗ്. അതൊരു പുതിയ അറിവാണ്. മോഡലിംഗില് നമ്മള് ഈ കാറ്റഗറി തിരിച്ചറിഞ്ഞിട്ട് നമ്മള് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം കിട്ടും, നമ്മുടെ കരിയറിലും ഗ്രോത്ത് ഉണ്ടാവും. മറ്റേതെങ്കിലും ഫുൾ റിജക്ഷൻ കിട്ടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് തന്നെ പെട്ടെന്ന് കുറയും. ലൈക്ക് അപ്പൊ നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുക, നമ്മുടെ ലിമിറ്റേഷൻസും മനസ്സിലാക്കണം, നമ്മുടെ പോസിറ്റീവ് പോയിന്റ്സ് മനസ്സിലാക്കണം. അപ്പൊ അത് വെച്ചിട്ട് എവിടെയാണാവോ നമുക്ക് നമ്മൾ എന്താ പറയാ, നമ്മൾ കുഴിക്കേണ്ട സ്ഥലത്ത് കുഴിക്കണം, അല്ലാതെ കണ്ട സ്ഥലത്ത് പോയി കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു SWOT അനാലിസിസ് നടത്തണം. നമ്മുടെ സ്ട്രെങ്ത് വീക്ക്നെസ് എവിടെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും.